പ്രജിൻ, ഞാനുള്ള സ്ഥലത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. സഞ്ജു സാംസൺ ഈ ഒരു താരം വലിയൊരു താരമാവുന്നതിന് മുന്നേ ഈ ക്രിക്കറ്റ് പരിശീലനം തുടങ്ങിയിട്ടുള്ള മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലാണുള്ളത്. അവിടെ ഇപ്പോഴും ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നുണ്ട്. അത് സഞ്ജു സാംസൺ ഇന്നത്തെ ഒരു ആവേശ പോരാട്ടത്തിനടക്കമുള്ള ഒരു നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ്. അതിനിടയിലും ഇവിടെ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ആദ്യം ഈ അണ്ടർ 60 ടൂർണമെന്റിലടക്കം സഞ്ജു സാംസൺ ഇവിടെ കളിച്ചതാണ്. അതുപോലെ തന്നെ സഞ്ജു സാംസൺ ലോകമറിയുന്ന ഒരു താരമാവുന്നതിന് മുന്നേ തന്നെ ഇവിടെ കളി പഠിച്ചു തുടങ്ങിയതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ കൂടെ കളിച്ചവർ, അതുപോലെ തന്നെ സഞ്ജു ആദ്യം ഈ വലിയ സ്വപ്നങ്ങൾ കാണുന്നതിന് മുന്നേ തന്നെ പ്രതീക്ഷകൾ പങ്കുവച്ചവർ, അങ്ങനെ ഒരുപാട് പേർ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ആവേശം ഒട്ടും കുറയുന്നില്ല. നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പ് അതുപോലെ തന്നെ നിലനിൽക്കുന്നു. അതുപോലെ ഇന്ത്യ കപ്പടിക്കുമെന്ന് തന്നെയാണ് ഇവിടെ നിന്നും ആളുകൾ പറയുന്നത്. ഇന്ത്യ കപ്പിലേക്ക് എത്തും. അതായത് ഇനി നിമിഷങ്ങൾ 7 മണിയാവുമ്പോഴേക്കും ഇന്ത്യ വലിയ അത് സഞ്ജു സാംസൺ തന്നെ ആ കപ്പിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യം, അത് സഞ്ജുവിന്റെ ഗ്രാഫ് ഉയർന്ന കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ സഞ്ജുവിന്റെ ഒരു വലിയ ഫോം ഉണ്ടാകുമെന്നൊക്കെയാണ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഇവിടെ കുറച്ച് ആളുകളുണ്ട്. എങ്ങനെയാണ് സഞ്ജുവിന്റെ കളി കാണുന്നത്? വളരെ പ്രതീക്ഷയുണ്ട്. അദ്ദേഹം നന്നായിട്ട് കളിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് 2 മാച്ച് തന്നെ കളിച്ചു. അദ്ദേഹം തന്നെ ആയിരിക്കും ഇപ്പോൾ ഫൈനലിൽ ജയിച്ചാൽ മേ ബി. ഇത് സഞ്ജു കളിച്ചു തുടങ്ങിയ ഒരു ഗ്രൗണ്ട് കൂടിയാണ്. അങ്ങനെ സഞ്ജുവിന്റെ കൂടെ കളിച്ചിട്ടുണ്ടോ? എങ്ങനെയാ? സഞ്ജുവിനെ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ ഉള്ളവരെ കളിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെയാണ് സഞ്ജു തുടങ്ങിയത് ആദ്യമായിട്ട്. ഞങ്ങളൊക്കെ വളരെ എക്സൈറ്റഡ് ആണ്. എങ്ങനെയാ പ്രതീക്ഷ എന്താണ്? ഇന്ത്യ ന്യൂസിലാൻഡ് ഉറപ്പായിട്ട് ഇന്ത്യ വിജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. സഞ്ജു മിക്കവാറും ഈ കളി കളിക്കും. ഇപ്പം നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. ഈ കളി നല്ല കളിക്കുന്നതാണ് പ്രതീക്ഷ. സഞ്ജു ആണ് ഇന്ത്യയെ ഫൈനൽ വരെ എത്തിച്ചത്, അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇപ്രാവശ്യം ഈ കളി സഞ്ജു പിന്നെ മലയാളിയല്ലേ, അതിന്റെ ഇതും കാണും നമുക്ക്. അതുകൊണ്ട് ഇപ്രാവശ്യം സഞ്ജു തന്നെ നിൽക്കും. അങ്ങനെ കളി ഇന്ന് കാണില്ലേ? അതെ, നമ്മുടെ ഹോസ്റ്റലിൽ വലിയൊരു സ്ക്രീൻ ഉണ്ട്. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കാണുന്നത്. എങ്ങനെയാ പ്രതീക്ഷ? എങ്ങനെയാ? വലിയ ആവേശം. ഇവിടുത്തെ ടൂർണമെന്റിന് തന്നെ വലിയ ആവേശമുണ്ട്. അതിനേക്കാളും ആവേശമാണ് ലോകകപ്പ് ഫൈനൽ അല്ലേ? അതെ, നമ്മളടിക്കുന്ന വിചാരിക്കുന്നത് നമ്മുടെ മിഡിൽ കൂടി കുറച്ചും കൂടി സ്ട്രോങ് ആയി കളിച്ച ഇപ്രാവശ്യം കപ്പടിക്കാം. സഞ്ജുവിനുള്ള പ്രതീക്ഷ എന്താണ്? സഞ്ജു ആ ഒരു മൊമെന്റം കൊണ്ടുപോയാൽ സഞ്ജുക്ക് ഇന്നും ഒരു ക്രൂഷ്യൽ ഇന്നിങ്സ് കളിക്കാം. ഇന്ത്യ തൂക്കും അല്ലേ? അത് തന്നെയാണ് ചാൻസ്. പ്രജിത്, അങ്ങനെ ഇവിടെയും വലിയ ആവേശമുണ്ട്. വൈകുന്നേരം 7 മണിയാവുമ്പോഴേക്കും വലിയ സ്ക്രീൻ ഇട്ട് മത്സരം കാണാനുള്ള ഒരു ഒരുക്കത്തിലൊക്കെയാണ്. അതിൽ ഈ ബാറ്റിംഗ് പ്രതീക്ഷകളുടെ തലപ്പത്താണ് സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ കളി തുടങ്ങിയിട്ടുള്ള മൈതാനം അവിടെ. അതുപോലെ സഞ്ജുവിന്റെ വഴിയെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് സഞ്ജു നല്ലൊരു ഫോമിൽ, ആ ഫോം തുടരും. അതുപോലെ തന്നെ സെഞ്ചുറി അടിക്കും എന്നുള്ള പ്രതീക്ഷകളൊക്കെയാണ് ഇവിടെ നിന്ന് ക്രിക്കറ്റ് ആരാധകരും അതുപോലെ തന്നെ ക്രിക്കറ്റ് പ്രേമികളും പങ്കുവയ്ക്കുന്നത്. ഇനി നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.